ആന എഴുന്നള്ളത്തിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളത്ത് അനിവാര്യമായ മതാചാരമല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അനിവാര്യമായ ആചാരമല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളത്ത് തുടരാനാകില്ല. എഴുന്നള്ളത്തിന് ആനകൾ തമ്മിലുള്ള 3 മീറ്റർ അകലം കർശനമായി പാലിക്കണം. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും കോടതി വ്യക്തമാക്കുന്നു. ശ്യാം ദേവരാജ് തുടരുന്നുണ്ട്. ശ്യാം, കഴിഞ്ഞ ദിവസവും കോടതി ഇക്കാര്യത്തിൽ ശക്തമായൊരു നിലപാടെടുത്തതാണ്. അതിനെതിരെ പൂരപ്രേമികളൊക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും കോടതി നിലപാട് കടുപ്പിക്കുകയാണല്ലോ. വിനിത വേണു, അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കർശനമായ മാർഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ആ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായും കർശനമായും പാലിക്കണമെന്നാണ് ഹൈക്കോടതി ഇന്നും വ്യക്തമാക്കുന്നത്. അതിലാണ് ആന എഴുന്നള്ളിപ്പിനെതിരെ വീണ്ടും നിലപാട് ഹൈക്കോടതി കടുപ്പിക്കുന്നത്. ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളത്ത് അനിവാര്യമായ മതാചാരമല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അനിവാര്യമായ മതാചാരമല്ല എങ്കിൽ ഉത്സവങ്ങൾക്ക് ഉള്ള ആന എഴുന്നള്ളത്ത് തുടരാനാവില്ല. ഒരു കാര്യം ഏറെ കാലമായി സംഭവിക്കുന്നതുകൊണ്ട് മാത്രം അത് അനിവാര്യമായ ഒരു മതാചാരമാകില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നു. എഴുന്നള്ളത്തിന് ആനകൾ തമ്മിലുള്ള 3 മീറ്റർ അകലം കർശനമായി പാലിക്കണം. സുപ്രീം കോടതിയുടെ വിധിയടക്കം ഇക്കാര്യത്തിലുണ്ട്. ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശവും ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. ജനങ്ങളുടെ സുരക്ഷ പരിഗണിച്ചാണ് ആനകൾ തമ്മിൽ 3 മീറ്റർ അകലപരിധിയെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ഉത്സവങ്ങൾക്ക് അതത് ജില്ലാ കളക്ടർമാർ നിരീക്ഷണ ചുമതല നൽകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് എത്ര ആനകളെ എഴുന്നള്ളിക്കുന്നു എന്നടക്കം ഈ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതി ജില്ലാ കളക്ടർമാർക്ക് നിരീക്ഷണ ചുമതല നൽകുന്ന കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ ആന എഴുന്നള്ളത്തിൻ്റെ കാര്യത്തിൽ ദേവസ്വങ്ങൾ നിലവിലൊരു പിടിവാശി തുടരുന്നുണ്ട്. അത് ആനകളെ എഴുന്നള്ളിക്കുന്ന ആചാരത്തിൻ്റെ ഭാഗമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ദേവസ്വങ്ങൾ ഇത്തരം പിടിവാശി ഉപേക്ഷിക്കണം എന്ന കാര്യവും കൂടി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവുകൾക്കെതിരെ പ്രതിഷേധം വലിയ രീതിയിൽ പലയിടങ്ങളിൽ നിന്നായി ഉയരുന്നുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങളെ അംഗീകരിക്കാനാകില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഹൈക്കോടതിയുടെ ഉത്തരവുകളെ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ നീതിന്യായ വ്യവസ്ഥ സ്വീകരിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ഹൈക്കോടതി വാക്കാൽ സൂചിപ്പിക്കുകയും ചെയ്തു, വിമർശനമായി പറയുകയും ചെയ്തു. ആന എഴുന്നള്ളത്ത് തുടങ്ങിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അത്തരമൊരു സാഹചര്യമല്ല നിലവിലുള്ളത്. ആനകൾ തമ്മിലുള്ള നിശ്ചിത അകലം പാലിക്കണമെന്ന് തന്നെയാണ് സുപ്രീം കോടതി വിധി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതും. അകലപരിധി കുറയ്ക്കണം, 3 മീറ്റർ അകലപരിധി കുറയ്ക്കണം എന്ന കാര്യം ഹർജി ചില എതിർകക്ഷികൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ അത്തരം ഒരു കാര്യം പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ മതിയായ വസ്തുതകൾ അവതരിപ്പിക്കൂ. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഹൈക്കോടതി മറ്റൊരു തീരുമാനമെടുക്കുന്ന കാര്യം ആലോചിക്കാം. അതല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനാകില്ല എന്നുകൂടിയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഏതായാലും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. പൂരപ്രേമികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടും കോടതി നിലപാട് കടുപ്പിക്കുകയാണെന്നാണ് ശ്യാം ദേവരാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് തിരിച്ചെത്തണം.